Hello everyone, welcome to EduPod Plus 2 Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ EduPodന്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. മക്കളെ, നിങ്ങൾ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓണം എക്സാം എന്ത് ചെയ്യാണ് വരാൻ പോവാണ് അല്ലേ? നിങ്ങളുടെ ഓണം എക്സാം എന്ത് ചെയ്യാൻ പോവാണ് വരാൻ പോവാണ്. ആ ഓണം എക്സാമിന് പ്ലസ് ടു ഹിസ്റ്ററിയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഏകദേശം അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 25 മുതൽ 28 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കും കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഈ രണ്ട് ചാപ്റ്ററും കൂടി കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് ഓണം എക്സാമിന് 25 മുതൽ 28 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. അപ്പോൾ 25 മുതൽ 28 വരെയുള്ള മാർക്കിന് എന്ത് ചെയ്യുന്നു, ഓണം എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രണ്ട് ചാപ്റ്ററാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് കവർ ചെയ്യാൻ പോവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതിയോ, വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം? വേറെയും പഠിക്കാനുണ്ട്, പക്ഷേ ബാക്കി പഠിക്കുന്നതിന് മുന്നേ ഇതെന്തായാലും പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോ മാക്സിമം പ്ലസ് ടു ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് 2-3 കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ടോട്ടൽ ഹിസ്റ്ററിയിൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിനുള്ളത്. ഓരോ ചാപ്റ്ററും എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്ര ചാപ്റ്റർ പഠിക്കാൻ ബാക്കിയുണ്ട്, പ്ലസ് ടു ഹിസ്റ്ററി സിമ്പിളാണോ ടഫ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് ഇത്രയും ടോപ്പിക് ആട്ടോ. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മോഹൻജദാരോയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, സ്വിറ്റ്സർലാൻഡ്, ലോവർ ടൗൺ, കോട്ടയും കീഴ്പട്ടണവും രണ്ടിൻ്റെയും പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ആഭ്യന്തര വാസ്തുവിദ്യ, ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട്, ആൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ദ ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻകാരുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ അവരുടെ ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാഫ്റ്റ് ഐറ്റംസ് അഥവാ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അഗ്രികൾച്ചർ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താടാ അഗ്രികൾച്ചർ അഥവാ കൃഷി, ഹാരപ്പൻകാരുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കേട്ടോ. ശ്രദ്ധിക്കണേ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, വേറെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും. പക്ഷേ ഇത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇത് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. ഇതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ രണ്ടാമത്തെ ചാപ്റ്റർ കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്, വൈ മഗധ ബിക്കം മോസ്റ്റ് പവർഫുൾ മഹാജനപദ, എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും ശക്തമായിട്ടുള്ള മഹാജനപദമായിട്ട് മാറിയത്, എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി, ശ്രദ്ധിക്കണേ, അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ അടുത്തത് മൗര്യൻ ഡൈനാസ്റ്റി, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് ചോദിക്കും. മൗര്യ സാമ്രാജ്യത്തിന്റെ മിലിറ്ററി ഫീച്ചേഴ്സ് അല്ലേ, അതായത് അവരുടെ എന്ത് സൈനിക സവിശേഷത, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് അറിയാൻ നമ്മളെ സഹായിച്ച സോഴ്സസ്, ഉറവിടങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, പൊളിറ്റിക്കൽ സെന്റേഴ്സ്, 5 രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ അശോകൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആരാടാ, കുഷാനന്മാരും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അശോകനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ കുഷാനന്മാരെ കുറിച്ചിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത്രയുമാണ് ഈ 2 ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കേണ്ടത്. അപ്പോൾ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ചാപ്റ്ററും അടക്കമുള്ള പ്ലസ് ടു ഹിസ്റ്ററിയിൽ 6 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. ഓണം എക്സാമും അതിനുശേഷം വരാൻ പോകുന്ന ക്രിസ്മസ്, പബ്ലിക്, മോഡൽ, ഇടയിൽ വരാൻ പോകുന്ന ഇംപ്രൂവ്മെൻറ്റ്, എല്ലാ എക്സാമും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അടിപൊളിയായിട്ട് ഉഷാറാക്കാൻ ആഗ്രഹമുണ്ട്, സൂപ്പറായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എഡ്യൂപോർട്ടിൻ്റെ ബാച്ച്. നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങളൊക്കെ സെറ്റാകും. വെറും യൂട്യൂബ് ക്ലാസ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പല ആളുകളും എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചു, എക്സാമിന് കുറച്ച് ദിവസം മുന്നേ മാത്രം പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ പല ആളുകൾക്കും പ്ലസ് 1 മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ പ്ലസ് 2 റിപ്പീറ്റ് ചെയ്യരുത്. പ്ലസ് 2 നിങ്ങളെ സഹായിക്കാൻ എഡ്യൂപോർട്ടിൻ്റെ ബാച്ച് ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക. ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യട്ടെ, കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആൻഡ് നമ്മുടെ ടീമിൽ നിങ്ങൾ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.